നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെയിരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല. ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെയുണ്ട്. ഹായ് എവ്രി വൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവരെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെം രജിസ്ട്രേഷൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് ഡേറ്റ് വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് സെക്കൻഡ് സെം രജിസ്ട്രേഷൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. നമുക്ക് ഫൈൻ ഇല്ലാതെ ഫെബ്രുവരി 26 വരെയാണ് രജിസ്റ്റർ ചെയ്യാനുള്ള ടൈം വരുന്നത്. അപ്പോൾ പ്രോപ്പർ ടൈമിൽ തന്നെ എല്ലാവരും രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ അതല്ല 26 ശേഷമാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈൻ വരുന്നുണ്ട്. ഓക്കെ, 100, 200 അതുപോലെ തന്നെ 750 എന്നീ രീതികളിൽ നമുക്ക് ഫൈൻ കൂടിക്കൂടി വരും. നിങ്ങളിപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാൻ ലേറ്റ് ആവും തോറും നിങ്ങൾക്ക് ഫൈൻ കൂടുതലായി വരും. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഈ ഒരു ലാസ്റ്റ് ഡേറ്റ് വരെ ആരും നിൽക്കരുത്. നമുക്ക് 26 അല്ലെങ്കിൽ ഒരു 24 കൂടിയിട്ട് തന്നെ നിങ്ങൾ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം. കാരണം നമുക്ക് ഫൈനോട് കൂടിയിട്ട് പിന്നെ നിങ്ങൾ രജിസ്ട്രേഷനും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും പേയ്മെന്റും കാര്യങ്ങളൊക്കെ പോവാണ് ചെയ്യുന്നത്. അപ്പം അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. 26 എല്ലാവരും രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൺഫേം ചെയ്യുകയും വേണം. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ രജിസ്ട്രേഷൻ ഡിലേ ആവും തോറും നമുക്ക് എന്തായിരിക്കും, നമുക്കിപ്പോൾ ബുക്സ് കിട്ടാൻ ലേറ്റ് ആവുകയും അതുപോലെ തന്നെ കൺഫർമേഷൻ വരാൻ ലേറ്റ് ആവുകയൊക്കെ ചെയ്യും. അപ്പം അതൊക്കെ നേരത്തെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ നേരത്തെ കൂട്ടി തന്നെ നിങ്ങൾ ഈ ഒരു 26 മുൻപായിട്ട് രജിസ്ട്രേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്കൊരു പ്രോപ്പർ ടൈം അനുസരിച്ച് നിങ്ങൾക്ക് ബുക്സും കാര്യങ്ങളൊക്കെ കൈ കിട്ടത്തുള്ളൂ. അതുപോലെ രജിസ്ട്രേഷൻ കൺഫേം ആയി എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരും ശ്രദ്ധിക്കുക. കറക്റ്റ് ടൈമിൽ തന്നെ രജിസ്ട്രേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. ബാസിലെ സ്റ്റുഡൻസ് ആണെങ്കിൽ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നിങ്ങളുടെ കംപ്ലീറ്റ് സർവീസും ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യും, നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. അതല്ല ഇനിയിപ്പോൾ പുറത്തു നിന്നുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫൈൻ അല്ലാതെ തന്നെ നമുക്ക് 26 മുൻപായിട്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ രജിസ്ട്രേഷൻ എക്സ്റ്റെൻഡ് ചെയ്തതിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു യൂസ്ഫുൾ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്